अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी, अंबर जागा, धरती जागी, अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो, मेरे
ഓം ശാന്തി. പ്രിയപ്പെട്ട ബാപ്ദാദയ്ക്ക് ഗുഡ് മോർണിംഗ്. मेरे बाबा, प्यारे बाबा, गुड मॉर्निंग. പ്രിയപ്പെട്ട ബാബയുടെ അടുത്തേക്ക് പരംധാമത്തിൽ പരമജ്യോതി സ്വരൂപനായ ഭഗവാനെ, എൻ്റെ ബാബയെ കണി കണ്ട് ബാബയുടെ ദിവ്യ സ്വരൂപത്തിൻ്റെ ദർശനം ചെയ്യൂ. ബാബയെ കണി കണ്ടുണർന്നതിൻ്റെ സന്തോഷം, ബാബയെ കണി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പരമാനന്ദം അനുഭവിക്കൂ. ഞാൻ ആരെയാ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്നെ ആരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനും ഭഗവാനും ഈശ്വരനും ഈശ്വരീയ സന്താനമായ ഞാനും ബാബ, ഇതെത്ര അത്ഭുതമാണ്. ദൈവത്തെ, ഈശ്വരനെ, ഭഗവാനെയാണ് ഞാൻ കണി കണ്ടുണർന്നത്, കണി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ സൗഭാഗ്യമെന്താണ്? സൗഭാഗ്യമല്ലത്, പദമാപദം ഭാഗ്യമാണ്. തൻ്റെ ഭാഗ്യത്തെയും ഭഗവാനെയും വളരെ സ്നേഹത്തോടുകൂടി സ്മരിച്ച് സുഖമെടുക്കും. ഈശ്വരീയ ദർശനത്തിൻ്റെ സുഖം അനുഭവിക്കുകയാണ് ഞാൻ. ഞാൻ ആരുടെ അരികിലാണ് എത്തിയിരിക്കുന്നത്?
സർവശക്തിവാൻ എൻ്റെ രക്ഷിതാവിൻ്റെ അരികിലാണിപ്പോൾ ഞാൻ. മാതാപിതാവായ ബാപ് ദാദയുടെ അച്ഛനും അമ്മയുമായ ഈശ്വരൻ്റെ മടിയിലാണ്. പരമ്പൊരുൾ ശിവബാബ എനിക്ക് അച്ഛനുമാണ്, എൻ്റെ അമ്മയുമാണ്. ബാബയാകുന്ന അച്ഛൻ ബാബ എനിക്ക് നൽകുന്നത് പിതൃസമ്പത്താണ്. സർവശക്തിവാന്റെ കുട്ടിയാണ് ഞാൻ. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കുകയാണ് ഞാൻ. മാസ്റ്റർ സർവശക്തിവാനാണ് ഞാൻ. സർവശക്തിവാന്റെ കുട്ടി. സർവശക്തിവാനായ ബാവയുടെ മടിയിലിരിക്കുമ്പോൾ കുട്ടിയായ എന്നിലേക്ക് സർവശക്തികളുടെ ഊർജമൊഴുകുകയാണ്. Almighty Authority, പരമാത്മാ എൻ്റെ പിതാവാണ്. ഗോഡ് ഫാദർ എൻ്റെ ബാബ. ഈശ്വരീയ ശക്തികൾ ആത്മാവിലേക്ക് ബാറ്ററിയിൽ ചാർജ് നിറയുമ്പോലെ ഒരു കട്ട, 2 കട്ട, 3 കട്ട ബാറ്ററിയിൽ ചാർജ് കയറും പോലെ അഷ്ടശക്തികൾ ആത്മാവായ എന്നിലേക്ക് നിറയുകയാണ്. ഓരോരോ ശക്തികളും സഹനശക്തിയുടെ അവതാരമായി മാറുകയാണ് ഞാൻ. തിരിച്ചറിയാനും തീരുമാനമെടുക്കാനുമുള്ള ശക്തിയുടെ കറണ്ട് നിറയുകയാണ്. സർവശക്തിവാൻ എൻ്റെ അച്ഛനായതുകൊണ്ട് എന്തും നേരിടാനുള്ള കരുത്തെനിക്കുണ്ട്.
സർവശക്തിവാൻ നൽകുന്ന പിതൃസ്വത്ത് ചേർന്നു പോകാനും ചേർത്ത് കൊണ്ടുപോകാനുമുള്ള ശക്തികൾ എനിക്ക് നൽകുന്നു. സർവകർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശക്തി ശക്തികളുടെ കരണ്ട് നിറയുകയാണ്. ഞാൻ സർവശക്തിവാന്റെ കുട്ടി ഈശ്വരീയ ശക്തികളാൽ ഫുൾ ചാർജ്ഡ് ബാറ്ററിയാണിപ്പോൾ. ഈശ്വരീയ ശക്തികളാൽ ബാബ എൻ്റെ പേഴ്സ് നിറച്ചു തന്നിരിക്കുകയാണ്. പരമാത്മശക്തികളാണ് എനിക്കിപ്പോൾ സുരക്ഷാ കവചം. ശക്തികളുടെ ഈ പ്രകാശധാര എനിക്ക് ചുറ്റും രക്ഷാകവചം പോലെ പരിച പോലെയാണ്. അതിനാലാണ് ബാബയെ രക്ഷകൻ എന്ന് പറയുന്നത്. ശക്തികൾ നൽകി ഏത് സാഹചര്യവും നേരിടാൻ അഭിമുഖീകരിക്കാൻ ബാബ എന്നെ പ്രാപ്തയാക്കിയിരിക്കുകയാണ്. സർവശക്തികളുടെ കരണ്ടിനാൽ പിതൃസ്വത്തിനാൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണിപ്പോൾ. സർവശക്തൻ്റെ കുട്ടിയാണ് ഞാൻ. പൂർണ്ണമായും എനർജറ്റിക്കാണ് ഞാനിപ്പോൾ. അച്ഛൻ്റെ മടിയിൽ നിന്നിറങ്ങി അമ്മയുടെ മടിത്തട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ശിവബാബ എൻ്റെ മാതാവുമാണല്ലോ. സ്നേഹക്കടലായ മാതാവിൻ്റെ സ്നേഹം കടല് പോലെ ആ സ്നേഹക്കടലിൽ മുങ്ങുകയാണ് ഞാൻ. സ്നേഹക്കടലിൽ നിന്നൊഴുകുന്ന തിരമാലകളാകുന്ന കൈകൾ എന്നെ സ്പർശിച്ച്
ബാവയാകുന്ന മാതാവിൻ്റെ കരവലയങ്ങൾക്കുള്ളിലാണിപ്പോൾ ഞാൻ. പരമാത്മകിരണങ്ങളാകുന്ന കരവലയത്തിനുള്ളിൽ ആയിരം കൈകൾ എന്നതുപോലെ ഭഗവാനാകുന്ന മാതാവ് എൻ്റെ ബാബ മാതൃവാത്സല്യങ്ങളും ലാളനയും പാലനയും നൽകി കുട്ടിയായ എന്നെ പരിപാലിക്കുകയാണ്. നിഷ്കളങ്കനായ ഭോലാനാഥൻ നിഷ്കളങ്കയായ മാതൃസ്നേഹം നൽകി ആത്മാവായ എൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ശക്തി നിറയ്ക്കുകയാണ്. കടലോളം സ്നേഹം എന്നിൽ ചൊരിയുകയാണ്. പരമാത്മസ്നേഹത്തിൻ്റെ കടലിൽ മുങ്ങി ആത്മാവ് പൂർണ്ണമായും ആനന്ദമനുഭവിക്കുകയാണ്. ബാബ എനിക്ക് മാതാപിതാവായിരിക്കുന്നത് പോലെ ടീച്ചറുമാണല്ലോ പരമമായ അധ്യാപകൻ. ജ്ഞാനക്കടൽ അധ്യാപകനായി എന്നെ പഠിപ്പിക്കുകയല്ലേ നിത്യേന. ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങൾ ആത്മാവിലേക്ക് നിറയുകയാണ്. ബാബ ഈ പുലർകാല വേളയിൽ ജ്ഞാനസൂര്യനായ ബാബയുടെ കിരണങ്ങൾ അന്തരാത്മാവിലേക്ക് നിറഞ്ഞ് മനസ്സ് ശാന്തവും ബുദ്ധി വിവേകപൂർണവും സംസ്കാരം ദിവ്യവുമായി മാറുന്നു. ഈ പുലർകാല വേളയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ
ബാബയുടെ അരികിലിരിക്കുമ്പോൾ ജ്ഞാനസൂര്യൻ്റെ കിരണങ്ങളേറ്റ് ആത്മാവിൽ നിന്ന് ഇരുട്ട് അകലുന്നത് ഞാൻ അറിയുന്നുണ്ട് ബാബ. ജ്ഞാനമാകുന്ന അമൃത് നൽകി ബാബ എന്നെ ശക്തിശാലിയാക്കുകയാണ്, വിവേകശാലിയാക്കുകയാണ്. ജ്ഞാനഗംഗാ പ്രവാഹത്തിൽ കുളിച്ച് പതിതാത്മാവ് പാവനമായി തീരുകയാണ്. പതിത പാവനി ഗംഗയെ പോലെ ബാബ നൽകുന്ന ജ്ഞാനഗംഗയിൽ കുളിക്കുകയാണ് ഞാൻ. പരമാത്മ കിരണങ്ങൾ ആത്മാവിലേക്ക് നൽകുന്ന വിവേകം ദിവ്യപ്രകാശമായി മനസ്സും ബുദ്ധിയും സംസ്കാരവും പ്രകാശപൂരിതമാകുകയാണ്. വെളിച്ചം തന്നെ വെളിച്ചം. ജന്മജന്മാന്തര കറകളെല്ലാം നീങ്ങുന്നത് ബാബയുടെ വെളിച്ചം അകത്തെ ഇരുട്ടിനെ മുഴുവൻ നീക്കിത്തരികയാണ്. ഞാൻ ശുദ്ധമായി പരിശുദ്ധമായി തീരുന്നത് പവിത്ര ആത്മാവായി തീരുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് ബാബ. ഈ ബ്രഹ്മമുഹൂർത്ത വേള ബാബയിൽ മുങ്ങി കുളിച്ച് എൻ്റെ ശുദ്ധീകരണം നടക്കുകയാണ്. ബാബയുടെ അതിമധുരമായ ശിക്ഷണങ്ങൾ ബാബ നിത്യേന മധുരമായ കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് എത്ര പാഠങ്ങളാണ് എൻ്റെ ബാബ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ പാഠങ്ങളും എനിക്ക് ജീവിത മന്ത്രങ്ങളാണ് ബാബ. ബാബ നൽകുന്ന ഓരോ ശിക്ഷണങ്ങളും എനിക്ക് മുക്തിക്കുള്ള യുക്തികളാണ് ബാബ. ബാബ നൽകുന്ന പഠിപ്പാണ് എനിക്കുള്ള അസ്ത്രശസ്ത്രങ്ങൾ. മുഴുവൻ ദിവസവും ജീവിതയാത്രയിൽ ഓരോ വഴിയോര കാഴ്ചകളെയും മറികടന്ന് മുന്നോട്ട്
വിജയിക്കാൻ എന്നെ പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുന്നത് ബാബ നൽകുന്ന ഈ പഠിപ്പുകളാണ്. ജ്ഞാനപ്രകാശമാണ്. പരമസദ്ഗുരുവായ ഭഗവാൻ നൽകുന്ന വരദാനങ്ങൾ ബാബ നൽകുന്ന വരദാനങ്ങളാണ് എൻ്റെ ശക്തി. ബാബയുടെ വരദാനങ്ങളിലാണ് ഞാൻ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരദാതാവായ ബാബയിൽ നിന്ന് ജന്മം എടുത്തപ്പോൾ മുതൽ വരദാനങ്ങൾ മഴ പോലെ ബാബ എനിക്ക് വർഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യ വരദാനം പവിത്രഭവ യോഗി ഭവ. ഈ ജന്മവരദാനം മുതൽ ഡെയിലി എത്ര വരങ്ങളാണ് ബാബ തന്നുകൊണ്ടിരിക്കുന്നത്. ബാബയ്ക്ക് സമാനം അശരീരി ഭവ. വിദേഹി ഭവ. ഫരിസ്ത ഭവ. എത്ര വരങ്ങളാണ് ബാബ. സദാ സുഖി ഭവ. സദാ വിജയീ ഭവ. സദാ നിർവിഘ്ന ഭവ. ബാബയുടെ ഈ വരദാനങ്ങളെല്ലാം പരമസദ്ഗുരു അവ്യക്തവദനവാസിയായ ബാബയുടെ രഥത്തിൽ ബ്രഹ്മബാബയിലൂടെ ബാപ്ദാദയുടെ കമ്പൈൻഡ് സ്വരൂപത്തിലൂടെ എനിക്ക് നൽകുകയാണ്.
അവ്യക്തവദനവാസിയായ ബാപ്ദാദയുടെ അരികിലിരിക്കൂ. ബാപ്ദാദയുടെ ദൃഷ്ടി ആ ദൃഷ്ടിയിലൂടെ സകാശം നേടൂ. ഈശ്വരീയ ശക്തിയുടെ കരണ്ട് അനുഭവിക്കൂ. പരമസദ്ഗുരു ആ പരിധിയില്ലാത്ത കരങ്ങൾ ശിരസിൽ സമർപ്പിച്ച് വരദാനങ്ങൾ നൽകുകയാണ് എനിക്ക്. ഇന്ന് ഈ ബ്രഹ്മമുഹൂർത്ത വേളയിൽ എന്ത് വരദാനമാണോ ഈ ആത്മാവിന് ആവശ്യം, ആ വരദാനം ബാബയിൽ നിന്ന് സ്വീകരിക്കൂ. ബാബ വരവും ശക്തിയും നൽകുന്നത് അനുഭവം ചെയ്യും. അതേ വരദാനം മമ്മയിൽ നിന്നും ദൃഷ്ടി സ്വീകരിച്ചുകൊണ്ട് അതേ വരദാനം സ്വീകരിക്കൂ. എന്താണോ തൻ്റെ ജീവിതത്തിന് ആവശ്യം, അവരവരുടെ പരിവർത്തനത്തിന് ആവശ്യമായ വരദാനം തന്നെ എടുക്കും. യജ്ഞമാതാവും അതേ വരദാനം തന്ന് അനുഗ്രഹിക്കുകയാണ്, ശക്തി പകരുകയാണ്. പ്രിയപ്പെട്ട ദാദിജിയിൽ നിന്നും ദൃഷ്ടിയും വരദാനവും അതേ വരദാനം സ്വീകരിക്കൂ. ഇന്ന് ദാദിജി യജ്ഞവത്സരായ നമുക്കെല്ലാവർക്കും സ്പെഷ്യൽ വരദാനം തരികയാണ്. സദാ നിമിത്തഭാവമുള്ളവരായി ഭവിക്കട്ടെ. വിനയമുള്ളവരായി ഭവിക്കട്ടെ.
സദാ നിർമ്മല ആത്മാക്കളായി ഭവിക്കട്ടെ. നിമിത് ഭവ, നിർമാൺ ഭവ, നിർമ്മൽ ഭവ. ഇത്രയും കരണ്ട് ദാദിജി, ബാപ്ദാദ, മമ്മ, പിന്നിൽ അഡ്വാൻസ് പാർട്ടിയിൽ പോയ എല്ലാ മഹാരഥി ദാദിമാരും ദാദാമാരും, സർവരും ദൃഷ്ടിയിലൂടെ സകാശം നൽകുകയാണ് എനിക്ക്. സദാ നിമിത്തഭാവം, ഞാൻ ഞാൻ, എൻ്റെ എൻ്റെ എന്ന ദേഹബോധത്തിൻ്റെ സമ്പൂർണ്ണ സ്വാഹയ്ക്കുള്ള ശക്തി, സദാ ആത്മാഭിമാനിയായിരിക്കാനുള്ള വരം തരികയാണ്. എത്ര മഹായോഗികളാണ് എനിക്ക് സൂക്ഷ്മശക്തിയുടെ കരണ്ട് അനുഗ്രഹാശിസ്സുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അതും ഈ ബ്രഹ്മമുഹൂർത്ത വേളയിൽ. സദാ വിനയമുള്ള ആത്മാവായി മാറട്ടെ. നിരഹങ്കാരിയായി തീരാനുള്ള വരം തരികയാണ്. സദാ വിനയം. ഉള്ളിൻ്റെ ഉള്ളിൽ അന്തരാത്മാവിലേക്ക് ഈ മഹാരഥികളുടെ എല്ലാം ദൃഷ്ടിയുടെ കരുത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി ടച്ച് ചെയ്യാണ്. ആത്മാവിൽ സ്പർശിക്കുന്നു. അകത്തേക്ക് അന്തരാത്മാവിലേക്ക് ഒഴുകുന്ന ഈ കറണ്ട് സകാശ് ഏതോ അത്ഭുതകരമായ മാറ്റമല്ല, പരിവർത്തനം. ഉള്ളിൻ്റെ ഉള്ളിൽ സംസ്കാര തലത്തിൽ എന്നെ പരിവർത്തനപ്പെടുത്തുന്നു. നിർമ്മലാത്മാവായി ഭവിക്കട്ടെ. മാലിന്യമുക്തമാക്കുകയാണ് ഞാൻ. അനേക ജന്മങ്ങളിൽ നിർമാല്യ പൂജ കാണാൻ ഞാൻ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്.
ഇപ്പോൾ സ്വയം ഭഗവാനും ആ ദേവീ ദേവ ആത്മാക്കളെല്ലാം ചേർന്ന് എന്നെ നിർമ്മലമാക്കുകയാണ്. ആത്മാവിലെ ജന്മാന്തര കറകൾ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളും പാപക്കറകളും ഭസ്മമാകുന്നത് പോലെ എനിക്ക് അനുഭവമാകുകയാണ്. ബാബ, ഇന്ന് ഈ പുലർകാല വേളയിൽ ഇത് അമൃതവേള തന്നെ. അത്ഭുതകരമായ ശക്തി, പരമാത്മശക്തി സമ്പൂർണ്ണ ഫരിസ്തകളുടെ സകാശിൻ്റെ ശക്തി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സമ്പൂർണ്ണ പരിവർത്തന പ്രക്രിയ നടത്തുന്നത് ഞാൻ അനുഭവിക്കുകയാണ്. സംസ്കാര പരിവർത്തനം, സംസ്കാരത്തിൻ്റെ സംസ്കരണം നടക്കുകയാണ് ഉള്ളിൽ. എൻ്റെ ദിവ്യ സംസ്കാരങ്ങൾ ഉണരുന്നത് സദോഗുണി സംസ്കാരങ്ങൾ പൂവിടരുന്നത് പോലെ സദോ ഗുണങ്ങൾ 7 ദളങ്ങളായി വിടരുന്നത് പോലെ അഷ്ടശക്തികൾ 8 ദളങ്ങളായി പൂവിടരും പോലെ എൻ്റെ ഉള്ളിൽ നിന്ന് ആ ദിവ്യാനുഭൂതി എനിക്കുണ്ടാകുന്നു. ബാബ, ദാദി, പ്രിയപ്പെട്ട മമ്മ, പൂർവികരായ എൻ്റെ ദാദിമാരെല്ലാം എത്ര കറണ്ടാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, എത്ര ശക്തിയാണ് എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂർത്തിയായ എന്നെ ഈ ബ്രഹ്മമുഹൂർത്ത വേളയിൽ ശ്രീകോവിലിനുള്ളിൽ മൂർത്തിയെ നിർമ്മലമാക്കി
അണിയിച്ചൊരുക്കുന്നത് പോലെ എൻ്റെ അവസാന അണിയിച്ചൊരുക്കൽ നടത്തിത്തരികയാണ് ബാബ. സമ്പൂർണതയിലേക്കുള്ള തയ്യാറെടുക്കലിന് അവസാന അവസരം തന്നിരിക്കുകയാണ് ബാബ. ഇന്നത്തെ ഈ പുണ്യസ്മൃതി ദിനം പ്രിയപ്പെട്ട ദാദിജിയുടെ സ്മൃതി ദിനം. പവിത്രതയുടെ ദേവിയായ ദാദിജിയുടെ ഈ ദൃഷ്ടി, സാന്നിധ്യം ആത്മാവായ എനിക്ക് ബാബ നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണിത്. ഈ ഗിഫ്റ്റ് ഞാനൊരു ലിഫ്റ്റ് പോലെ സ്വീകരിക്കുകയാണ് ബാബ. ഇന്നെൻ്റെ വിശേഷ സുദിനമാണ്, വിശേഷ ദിനം. സംഗം യുഗത്തിലെ ഏറ്റവും സുവർണ ദിനമാണിന്ന്. സമ്പൂർണ്ണ സദോഗുണി സംസ്കാരത്തിലേക്കുള്ള തിരിച്ചു വരവാണിന്ന്. ഈ കറണ്ടോടുകൂടി ഈ ദൈവിക സംസ്കാരത്തോടുകൂടി കർമ്മക്ഷേത്രത്തിലേക്ക് ഭ്രൂമധ്യത്തിൽ കുടികൊള്ളുകയാണ് ഞാൻ. ബാബയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനും ബാബയും കമ്പൈൻഡ് സ്വരൂപമാണ്. ബാബ എൻ്റെ കൂടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട് മുഴുവൻ ബാബയുടെ കറണ്ട് കൊണ്ട് നിറയുകയാണ്. എല്ലാ കുടുംബാംഗങ്ങൾക്കും ബാബ പരമാത്മശക്തിയുടെ കറണ്ട് നൽകുന്നു. ബാബയുടെ ഈ വീട് ഈശ്വര ചൈതന്യം കൊണ്ട് നിറഞ്ഞ് ഈശ്വരൻ്റെ മക്കളായ എല്ലാവരും ഈശ്വരീയ കരുത്താർജിച്ച് ബാബയുടെ വരദാനങ്ങൾ നേടുകയാണ്. ഈശ്വരൻ്റെ സാന്നിധ്യം ഐശ്വര്യം നിറയ്ക്കുകയാണ്. ആത്മാവിനും ശരീരത്തിലും കുടുംബത്തിലും അയൽ വീടുകളിലേക്കും നാടു മുഴുവൻ ഈശ്വര ചൈതന്യത്തിൻ്റെ ഐശ്വര്യം നിറയുകയാണ്.
സർവാത്മാക്കളും സുഖികളായി, ശാന്തരായി, സമൃദ്ധിയോടെ മനഃശക്തിയോടെ സുരക്ഷിതരായി സമാധാനപൂർണമായി ജീവിക്കട്ടെ. സർവാത്മാക്കൾക്കും മംഗളമുണ്ടാകും. സർവർക്കും ഈശ്വര ചൈതന്യത്തിൻ്റെ ഐശ്വര്യമുണ്ടാകും. ഓം ശാന്തി.